നമസ്കാരം. പോസ്റ്റ് കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം. മാർട്ടിൻ, ആഗോള അയ്യപ്പ സംഗമം നടത്താനിരിക്കുകയാണ് സെപ്റ്റംബർ 20-ന്. അതിനുശേഷം ഇതാ ഒക്ടോബർ 1 മുതൽ മഹാസംഗമങ്ങള്, ജാതി സംഗമങ്ങള്, 33ഓളം സംഗമങ്ങൾ നടത്താൻ ഒരുങ്ങുകയാണ്. ന്യൂനപക്ഷ സംഗമം നടത്താൻ ഒരുങ്ങുകയാണ് CPM, LDF. എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? അത് സത്യം പറഞ്ഞാല് CPM കഴിഞ്ഞ കുറച്ച് നാളുകളായി വളരെ ആശങ്കയിലാണ്. കാരണം ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ ഒരു ബൈ ഇലക്ഷനുകൾ കുറച്ച് നടന്നുപോയി. അപ്പം ഈ ബൈ ഇലക്ഷനുകൾ നടക്കുന്നതിന് മുമ്പ് വരെ CPM പ്രതീക്ഷിച്ചിരുന്നത് ഒരു മൂന്നാം LDF സർക്കാർ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. അധികം പ്രയാസമില്ലാതെ കടന്നു പോകാമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അത് അങ്ങനെയല്ല, ഗ്രൗണ്ട് ലെവലിൽ അങ്ങനെയല്ല എന്നുള്ളത് CPM-ന് കഴിഞ്ഞ കുറച്ച് നാളുകൾ കൊണ്ട് മനസ്സിലായി. ലോക്സഭ അത് പ്രതീക്ഷിക്കുന്നില്ല. കാരണം വെച്ചാല് അത് മനസ്സിലായി. പക്ഷെ ലോക്സഭയിൽ അതങ്ങനെ അത്ര വലിയൊരു പ്രതീക്ഷ അവർക്കില്ലായിരുന്നു. കാരണം മറ്റൊരു രീതിയിലായിരിക്കും അത് മുന്നോട്ട് പോകുക എന്നുള്ള അവർക്ക് തന്നെ അറിയാം. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് വന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, അതായത് അസംബ്ലിയിലോട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലൂടെ അവർക്കത് മനസ്സിലായത് ഉദ്ദേശിച്ച പോലെ എല്ലാ കാര്യങ്ങൾ ഗ്രൗണ്ട് ലെവലിൽ എന്നുള്ള കാര്യം മനസ്സിലായി. കാരണം 10 വർഷം തുടർച്ചയായിട്ട് ഭരിച്ചതോടുകൂടി ആളുകൾക്ക് വലിയ പ്രതിഷേധങ്ങളുണ്ട്. പല കാര്യത്തിലും ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പം നമ്മൾ കുറച്ചു മുമ്പ് സംസാരിച്ച പോലീസിലാണെങ്കിലും ആരോഗ്യ മേഖലയിലാണെങ്കിലും ഇപ്പം പറഞ്ഞ ഇന്ന് വന്യ വകുപ്പിനോടാണെങ്കിലും അങ്ങനെ ഒരുപാട് മേഖലകളിലോട്ട് ഇപ്പം എന്താ പറയുക, നിരവധി വിഷയങ്ങളുണ്ട്. അപ്പം ഈ എല്ലാ വിഷയങ്ങളോട് ബന്ധപ്പെട്ട് സർക്കാരിനോട് വലിയൊരു അമർഷം കേരളത്തിലെ ജനങ്ങൾക്കിടയിലുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. അതിൻ്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് വെച്ചാൽ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തുണ്ടായ ശബരിമല സ്ത്രീ പ്രവേശനമായിരുന്നു. അപ്പം അതിൽ നിന്ന് സർക്കാരിന് വലിയ തിരിച്ചടിയാണ് അന്നുണ്ടായത്. കാരണം ഒരുപാട് വോട്ടുകൾ, പ്രത്യേകിച്ച് ഈഴവ വോട്ടുകൾ പോയി, BJP-യിലോട്ട് പോയി. ആ ഒരു ഒഴുക്ക് ഇപ്പോഴും തുടരുകയാണ്. കാരണം അന്ന് സർക്കാർ എടുത്തത് ഒരു നടപടി തെറ്റായി പോയി എന്നുള്ളത് പിന്നീടാണ് അവർക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് അവർക്ക് പിന്നീട് മലബാർ മേഖലകളിലെല്ലാം വീടുകൾ തോറും കയറിറങ്ങി വിശദീകരിക്കേണ്ട ഒരു ഗതികേട് വന്നത്. പിന്നീട് പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പ് വന്നപ്പം 2021 തെരഞ്ഞെടുപ്പ് വന്നപ്പം ജയിച്ചു, 99 സീറ്റുമായിട്ട് ജയിച്ചു. പക്ഷെ അതിനുണ്ടായൊരു സാഹചര്യം, മറ്റ് പല സാഹചര്യങ്ങളാണ് ആ വിജയത്തിന് കാരണമായത്. അതായത് കോവിഡ് വന്നു. അതിനുശേഷം ഉണ്ടായിരുന്ന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളാണ് വീണ്ടും ഒരു ഇടതുപക്ഷ സർക്കാരിനെ അധികാരത്തിൽ എത്തിച്ചത്. പക്ഷേ പിന്നീട് അടുത്ത ഇലക്ഷൻ വരുമ്പോഴത്തേനും അത്തരമൊരു സാഹചര്യം സർക്കാരിന് മുന്നിലില്ല, അല്ലെങ്കിൽ അത്തരം ഒരു ഭാഗ്യം സർക്കാരിന് മുന്നിലില്ല. സാധാരണ ഇതിനു മുൻപൊക്കെ എങ്ങനെയാണോ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായത്, സമാനമായ രീതിയിൽ തന്നെയാണ് സർക്കാരിനെ വിലയിരുത്തുന്നത്. അതായത് കോവിഡ് കാലം എല്ലാം കഴിഞ്ഞ് കോവിഡിൻ്റെ ആ ഒരു പകിട്ടും, അല്ലെങ്കിൽ അന്നുണ്ടായൊരു പ്രവർത്തനങ്ങളുടെ ആ ഒരു ഇത് ഇല്ലാതായി കഴിഞ്ഞു. ഇനി അടുത്തത് സർക്കാരിനെ നേരിടാനുള്ളത് ആക്ച്വൽ പ്രശ്നങ്ങൾ, അതായത് ബേസിക് ആയിട്ടുള്ള ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് സർക്കാരിന് മുന്നിലുള്ളത്. അത് ജനങ്ങൾ ഓർത്തിരിക്കുന്നുണ്ട്, സംസാരിക്കുന്നുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പം ഇതിനെ സർക്കാരിന് മറികടന്നേ പറ്റൂ. കാരണം കേരളത്തിൽ ഈ 10 വർഷത്തിനിടയ്ക്ക് ഇന്ത്യയിലൊട്ടാകെ പല മാറ്റങ്ങളും സംഭവിച്ചിരുന്നു. കാരണം ഇടതുപക്ഷം നിലനിന്ന മറ്റ് പല സ്റ്റേറ്റുകൾ, ത്രിപുരയിൽ ഇല്ലാതായി, ബംഗാളിലും ഇല്ലാതായി. ഇനിയുള്ളത് കേരളത്തിൽ മാത്രമാണ്. കേരളത്തിനും കൂടെ ഇല്ലാതായാൽ നാഷണൽ പാർട്ടി എന്നുള്ളൊരു ഇത് തന്നെ നഷ്ടപ്പെടും, ആ ഒരു പദവി തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പം CPM ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏത് വിധേയനെയും പിടിച്ചു നിൽക്കുക എന്നുള്ളൊരു ഗതികേടിലാണ് സർക്കാർ ഉള്ളത്. അതിന് ഏറ്റവും ബേസിക്കായിട്ട് ചെയ്യാനുള്ളത് തെറ്റ് തിരുത്തി തുടങ്ങുക. അതെ, ശബരിമല ഇഷ്യൂ ആണ് പ്രശ്നം ആയത്. അപ്പം അവിടുന്ന് തുടങ്ങി ഈ അയ്യപ്പ വിശ്വാസികളെ കൂടെ നിർത്തുക എന്നുള്ളതാണ് സർക്കാരിന്റെ, അതെ, ഹിന്ദു വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് സർക്കാരിനെ സംബന്ധിച്ച് ഒന്നാമത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. അതിനുശേഷമാണ് ബാക്കി വരുന്ന ന്യൂനപക്ഷ സംഗമങ്ങളും മറ്റ് പല സംഗമങ്ങളും. അതായത് ഒരുപാട് വിഷയങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് കാർഷിക മേഖലയിൽ ഇത്തരം സംഗമങ്ങൾ നടക്കുന്നുണ്ട്. മറ്റ് പല മേഖലയാണ് 33 സംഗമങ്ങളാണ് സർക്കാർ ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അതൃപ്തരായിട്ടുള്ള ജനങ്ങളെ
തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പം ഇതിനുവേണ്ടി പല ഐഡിയകൾ നടത്തി നോക്കി. ഇതിനു മുമ്പ് ഒരു യാത്ര നടത്തിയിരുന്നു, എല്ലാ ക്യാബിനറ്റ് എല്ലാ മന്ത്രിമാരും ചേർന്നുള്ളൊരു യാത്ര നടത്തിയിരുന്നു. അതിന്റെ പേരെന്തായിരുന്നു? നവകേരള സദസ് എന്ന് പറഞ്ഞൊരു യാത്ര നടത്തിയിരുന്നു. അത് അമ്പേ പാളിപ്പോയൊരു യാത്രയായിരുന്നു. അതിന്റെ പേരിൽ തന്നെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. കാരണം വിമർശനങ്ങൾ തുടങ്ങുന്നതിന്റെ ഒരു പ്രധാന കാരണം UDF ആണ് ആദ്യം വിമർശനം ഉന്നയിച്ചു തുടങ്ങുന്നതിന്റെ പ്രധാന കാരണം. കാരണം വെച്ചാൽ പണ്ട് ഉമ്മൻചാണ്ടി ഇതുപോലൊരു പരിപാടി നടത്തിയിരുന്നു, ജനസമ്പർക്ക പരിപാടി എന്ന് പറഞ്ഞിട്ട് പരിപാടി നടത്തിയിരുന്നു. അപ്പൊ അന്ന് അതിനെതിരെ ഏറ്റവും രൂക്ഷമായിട്ട് പ്രതികരിച്ച ഒരു പാർട്ടി CPM ആയിരുന്നു. അന്ന് അതേ പാർട്ടി തന്നെ, അതേ CPM തന്നെ ഉമ്മൻചാണ്ടി നടത്തിയ അതിനേക്കാളും കുറച്ച് നല്ല മാതൃകയിൽ ജനസമ്പർക്ക പരിപാടി എന്ന് പറയുന്ന ഒരു പരിപാടി നടത്തി. ഉമ്മൻചാണ്ടി നടത്തിയതിൻ്റെ അതേ സെയിം പരിപാടി കോപ്പി അടിച്ചു. അന്ന് ഉമ്മൻചാണ്ടി ബസ്സിൽ യാത്ര ചെയ്തില്ല എന്ന് മാത്രമാണ് അതിനകത്തൊരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇവിടെ എല്ലാ മന്ത്രിമാരും ബസ്സിൽ യാത്ര ചെയ്തു. പക്ഷേ അതിലെ കൊണ്ടുവന്ന ബസ്സാണ് പിന്നീട് വിവാദങ്ങൾക്ക് ഒരു തുടക്കമാകുന്നത്. കാരണം ഇത്രയും കോടിക്കണക്കിന് രൂപ മുടക്കി ജനങ്ങളെ കാണാൻ വരുന്ന ഒരു പരിപാടി വലിയ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചത്. അമ്പേ പരാജയപ്പെട്ടു പോരുന്നത്. അപ്പം ഈ ഒരു ക്ഷീണം കൂടി തീർക്കണം. അതിനുവേണ്ടി ഇനി മറ്റൊരു യാത്ര കൂടി നടത്താൻ പറ്റില്ല. ഇനി അത്തരം ഒരു യാത്ര കൂടി നടത്തിയാൽ ഉറപ്പാണ് അതോടുകൂടി തീരും എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പം സമാനമായ രീതിയിൽ തന്നെ മറ്റൊരു പരിപാടി നടത്തണം. അപ്പം അതിനുവേണ്ടി കേരളം മുഴുവൻ അങ്ങേ തലക്കം മുതൽ ഇങ്ങേറ്റം വരെ ഒരു യാത്ര അല്ലെങ്കിൽ അത്തരത്തിലൊരു പരിപാടി നടത്തേണ്ടതിൻ്റെ ഒരു ആവശ്യകത സർക്കാരിന് മുന്നിലുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇപ്പം ഇത്തരത്തിലുള്ള സംഗമങ്ങൾ നടത്തുന്നത്. അതായത് ഒരു രാഷ്ട്രീയ പരിപാടി മാത്രമാണ് ഇത്, ഈ സംഗമങ്ങൾ എന്ന് പറയുന്നത് രാഷ്ട്രീയ പരിപാടി. അതിൻ്റെ അപ്പുറം വേറൊന്നുമല്ല. ഇപ്പൊ പറയുന്നത് എന്തോ പുതിയ കേരളത്തിന്റെ കേരളത്തിന്റെ ഒരു വിഷൻ, 10 വർഷത്തേക്കുള്ള ഒരു വിഷൻ എന്നൊരു രീതിയിലാണ് ഇത് അവതരിപ്പിക്കുന്നത്. പക്ഷെ അത് അങ്ങനെയല്ലത്. കാരണം അത്തരത്തിലൊരു പ്ലാനാണ് നടത്തുന്നുണ്ടെങ്കിൽ ഇതിങ്ങനെയല്ല നടത്തുന്നത്. കാരണം ഇതിന് ഒരുപാട് എന്താ പറയാ വിദഗ്ധരുടെ സഹായത്തോടു കൂടിയാണ് ഇത്തരം മറ്റു ലോകരാഷ്ട്രങ്ങൾ ഇത്തരം പരിപാടികൾ നടത്താറുണ്ട്. അതെ, അതാ പറഞ്ഞത്, ശരണം വിളിച്ചാണല്ലോ ഇത് തുടങ്ങുന്നത്. അപ്പം അല്ലെ, ഇപ്പം ഇങ്ങനെ ഒരു കേരളത്തെ കുറിച്ചുള്ള ഒരു വിഷനാണ് അവർ മുന്നോട്ട് വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് മറ്റ് സ്റ്റേറ്റുകളിലെ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലെ വിദഗ്ധരുടെ സഹായത്തോടുകൂടി തന്നെ ആണ് ഇത്തരം പരിപാടികൾ നടത്തുക. കാരണം അവരുടെയൊക്കെ വലിയ പഠനങ്ങൾ വേണം, വലിയ ഉപദേശങ്ങൾ വേണം. അങ്ങനെയൊക്കെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക. ഇത് ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ മനുഷ്യരെയും വിളിച്ചുകൂട്ടി അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികളെ വിളിച്ചുകൂട്ടി വെറുതെ സംസാരിക്കുകയാണ്. അതിനപ്പുറത്തോട്ട് അത് വേണം, അത് തീർച്ചയായിട്ടും വേണ്ട ഒരു സംഗതി തന്നെയാണ്. പക്ഷെ അതിനപ്പുറത്തോട്ട് എന്താണ് ചെയ്യാൻ പോകുന്നതിനെ പറ്റി സർക്കാരിന് വലിയ ധാരണയൊന്നുമില്ല. അതായത് കാരണം ഈ പറയുന്ന വിഷനൊന്നുമല്ല, വിഷൻ എന്ന് പറയുന്നത് അതൊരു ഒരു ഫേസ് മാത്രമാണത്. അതിനപ്പുറത്തേക്ക് സർക്കാരിന് ചെയ്യാനുള്ളത് മാറി നിൽക്കുന്നത്, അതായത് സർക്കാരിനോട് അനിഷ്ടമുള്ള ജനങ്ങളോട് നേരിട്ട് കണ്ട് സംസാരിച്ച് അവരുടെ അനിഷ്ടം ഒന്ന് മാറ്റിയെടുത്ത് എല്ലാം ഒന്ന് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതായത് BJP നടത്തിയ സോഷ്യൽ ഔട്ട്റീച്ച് പോലെ ഒരു പരിപാടി, അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഇതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല ഈ പരിപാടിക്ക്. അപ്പം ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഒരു നിലവിലൊരു അവസ്ഥ അറിയാം, കേരളത്തിന്റെ ഒരു അവസ്ഥ അറിയാം. ഇപ്പം സാമ്പത്തികപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഇപ്പം കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിന്റെ എല്ലാം ഫലങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അതായത് ഈ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളുടെ ഫലങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അമിതമായിട്ടുള്ള വിലക്കയറ്റം ഉണ്ട്, മറ്റു പല സാധനങ്ങളും കിട്ടാത്തൊരവസ്ഥയുണ്ട്, അങ്ങനെ വില വർധനവുണ്ട്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല ഇപ്പം യുവാക്കളുടെ ഇടയിലാണെങ്കിൽ പോലും അവർ വളരെ അസ്വസ്ഥരാണ്. കാരണം അവർക്ക് നല്ല ജോലിയില്ല, നല്ല ശമ്പളം കിട്ടുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ യുവാക്കളുടെ ഇടയിൽ ഉണ്ട്. ഇതിനെല്ലാം ഒന്ന് ലഘൂകരിക്കണം സർക്കാരിനെ സംബന്ധിച്ച്. ഇതെല്ലാം മയപ്പെടുത്തേണ്ട ഒരു ആവശ്യം സർക്കാരിനെ സംബന്ധിച്ചുണ്ട്. അപ്പം അതുകൊണ്ട് ഇവരെല്ലാം ഒന്ന് പറഞ്ഞ് സെറ്റാക്കുക, ഒന്ന് പറഞ്ഞ് സോൾവ് ചെയ്ത് സമാധാനപ്പെടുത്തുക എന്നത് മാത്രമാണ് സർക്കാരിന് മുന്നിലുള്ള വഴി. അപ്പം അതിനുവേണ്ടി നടത്തുന്നൊരു ഷോ, അതിൻ്റെ അപ്പുറത്തോട്ട് ഇതിന് വലിയ കാര്യമൊന്നും ഇല്ലുന്നുണ്ട്.